ഹായ് വെൽക്കം ബാക്ക് ടു പോപ്പൻ സ്കൂൾ. CDPOയുടെ 2022 നടന്ന പരീക്ഷയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ വി വിൽ ഹാവ് എ ഫെയർ ഐഡിയ എങ്ങനെയായിരുന്നു ആ ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്. ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആകും. നമ്മൾ നമ്മുടെ അടുത്ത പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കണം, ഏത് രീതിയിലാണ് ആ ഒരു നോട്ട്സിനെ അല്ലെങ്കിൽ ഏത് പോയിന്റ്സ് ആണ്, ഇനി അതുമല്ലെങ്കിൽ എങ്ങനെയാണ് ആ പോയിന്റ്സിനെ നമ്മൾ മനസ്സിൽ ഓർത്ത് വെക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുന്നതിലൂടെ. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: സോഷ്യോളജി ഇസ് ദ സിസ്റ്റമിക് സ്റ്റഡി ഓഫ് കളക്റ്റീവ് റെപ്രസെന്റേഷൻ. ഓക്കെ, അപ്പൊ ഇതൊരു ഡെഫിനിഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ആൻഡ് ഹൂസ് വ്യൂ ഇസ് ദിസ്? ഇത് ആരുടെ വ്യൂ ആണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പം കാൾ മാക്സിൻ്റെതാണോ, എമിലി ഡർക്കെയിം ആണോ, അഗസ്റ്റ് കോംറ്റെ ആണോ, മാക്സ് വെബർ ആണോ? വെൽ, ഇതിന്റെ നമ്മുടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി, എമിലി ഡർക്കെയിം തന്നെയാണ് ഇതിന്റെ ആ ഒരു കറക്റ്റ് ആൻസർ. അപ്പം ഡർക്കെയിം എന്ന് പറയുന്നത് ഒരു ഫൗണ്ടേഷണൽ ഫിഗർ തന്നെയാണ് സോഷ്യോളജിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം അദ്ദേഹത്തിന്റെ ആ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വ്യൂ എന്ന് പറയുന്നത് ഇസ് ഹിസ് കൺസെപ്ഷൻ ഓഫ് സൊസൈറ്റി ആസ് എ സെറ്റ് ഓഫ് കളക്റ്റീവ് റെപ്രസെന്റേഷൻസ്. അപ്പോൾ സൊസൈറ്റി ഒരു സെറ്റ് ഓഫ് കളക്റ്റീവ് റെപ്രസെന്റേഷൻസ് ആണ് എന്നുള്ളതാണ് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചത്. ഈ കളക്റ്റീവ് റെപ്രസെന്റേഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഷെയർഡ് ആയിട്ടുള്ള ബിലീഫ്സ് അവിടെ വരുന്നത്, വാല്യൂസ് അവിടെ വരുന്നത്, നോംസ് അവിടെ വരുന്നത്. ഈ ഷെയർഡ് ആയിട്ടുള്ള ബിലീഫ്സും വാല്യൂസും നോംസും ഒക്കെയാണ് ശരിക്കും ആ ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്ന കൺസ്ട്രെയിനിങ് ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഇത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് that social facts which include collective representations exist independently of individual and shape their actions. അപ്പോ ഇത് എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ്ലി ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഇൻഡിവിജ്വലിന്റെ ചിന്താഗതികൾ, രീതികൾ എങ്ങനെ തന്നെ ആയിരുന്നാലും ശരി, ഇത് വേറെ തന്നെ ഒരു ഫോഴ്സ് അവിടെ ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി കാൾ മാക്സിന്റെ പേര് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ദർ വിൽ ബി സം കണക്ഷൻ അല്ലേ? ഒരു ഓൾട്ടർനേറ്റ് ഓപ്ഷൻ ആയിട്ട് കാൾ മാക്സ്, അഗസ്റ്റ് കോംറ്റെ, മാക്സ് വെബർ ഒക്കെ വന്നേക്കുന്നത്. അപ്പം മാക്സിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ആ ഒരു ക്ലാസ് സ്ട്രഗിളിലായിരുന്നു അല്ലേ? It was also on the materialistic concept of history. അങ്ങനെയാണ് അദ്ദേഹം കണ്ടിരുന്നത്. ഇനി അഗസ്റ്റ് കോംറ്റെ സോഷ്യോളജിയുടെ ഫാദർ എന്നറിയപ്പെടുന്നു. കോംറ്റെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഐഡിയ ആണ് ദ ഐഡിയ ഓഫ് പോസിറ്റിവിസം. പക്ഷേ ഹി ഡിഡ് നോട്ട് ഫോക്കസ് ഓൺ കളക്റ്റീവ് റെപ്രസെന്റേഷൻ ആസ് എ കോർ കോൺസെപ്റ്റ് എന്നുള്ളത്. ഇനി മാക്സ് വെബറിന്റെ കാര്യം ചോദിക്കുകയാണെങ്കിലോ, വെബർ എംഫസൈസ് ചെയ്ത് എന്താണ്? വെബർ ശരിക്കും എംഫസൈസ് ചെയ്തത് ആ ഒരു ഇന്റർപ്രിറ്റേറ്റീവ് അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ ഇന്റർപ്രറ്റീവ് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ കൂടെ ഹി ഓൾസോ ആഡഡ് ദ റോൾ ഓഫ് ഇൻഡിവിജ്വൽ മീനിങ്. അപ്പോ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ പറയുന്നത്? ദിസ് ഇസ് ദ മേക്കിംഗ് ഇൻ സോഷ്യൽ ആക്ഷൻ ആൻഡ് ദിസ് ഇസ് ഡിഫറെന്റ് ഫ്രം ഡർക്കെയിംസ് മാക്രോ സോഷ്യോളജിക്കൽ അപ്രോച്ച്. ഓൾറൈറ്റ്, സോ നൗ വി നോ ദ റൈറ്റ് ആൻസർ. സോഷ്യോളജി is the systematic study of collective representation. ഈ collective representation എന്ന കോൺസെപ്റ്റ് is എമിലി ഡർക്കെയിം. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഡുവാലിറ്റി ഓഫ് സ്ട്രക്ചർ അക്കോർഡിംഗ് ടു ഗിഡൻസ്. അപ്പൊ ഗിഡൻസിന്റെ ഒരു ആർഗ്യുമെന്റ് ആണ് ഈ ഡുവാലിറ്റി ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഡുവാലിറ്റി ഓഫ് സ്ട്രക്ചർ അക്കോർഡിംഗ് ടു ഗിഡൻസ് പോയിന്റ്സ് ടു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാംഗ്വേ ആൻഡ് പെറോൾ, ഏജൻസി ആൻഡ് സ്ട്രക്ചർ, സബ്ജക്ട് ആൻഡ് ഓബ്ജക്ട് ഓർ ഹാബിറ്റസ് ആൻഡ് ഫീൽഡ്. എന്താണ് നമ്മുടെ റൈറ്റ് ആൻസർ? ഓപ്ഷൻ ബി, ഏജൻസി ആൻഡ് സ്ട്രക്ചർ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇപ്പം ആന്റണി ഗിബൻസിന്റെ തിയറി ഓഫ് സ്ട്രക്ചറേഷൻ ആണ്. തിയറി ഓഫ് സ്ട്രക്ചറേഷൻ ഇസ് വാട്ട് വി ആർ ലുക്കിംഗ് അറ്റ്. അപ്പൊ ഈ ഒരു തിയറിയിലാണ് അദ്ദേഹം ഈ കോൺസെപ്റ്റ് ഓഫ് ഡുവാലിറ്റി ഓഫ് സ്ട്രക്ചർ എന്നുള്ളത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഈ ഡുവാലിറ്റി ഓഫ് സ്ട്രക്ചറിൽ സജസ്റ്റ് ചെയ്യുന്ന എന്താണ്? ഈ സോഷ്യൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് they are both the medium and the outcome of the practices. Okay, അപ്പോ അതായത് ആ ഒരു സൊസൈറ്റി ഓർഗനൈസ് ചെയ്യുന്ന സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് ബോത്ത് ദ മീഡിയം, ഇതിലൂടെയാണ് ആ ഒരു സൊസൈറ്റി ഓർഗനൈസ് ചെയ്ത് വരുന്നത്. അതാണ് പറയുന്നത് ദിസ് ഇസ് ദ മീഡിയം ആൻഡ് ദ ഔട്ട്കം ഓഫ് ദ പ്രാക്ടീസസ് എന്നുള്ളത്. ഓക്കെ, അപ്പോ
ഇത് ശരിക്കും ഇൻ എസെൻസ് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ സ്ട്രക്ചേഴ്സ് എന്താണ് ചെയ്യുന്നത്? ദേ എനേബിൾ ആൻഡ് കൺസ്ട്രെയിൻ ഹ്യൂമൻ ഏജൻസി അല്ലെ. അപ്പൊ സ്ട്രക്ചേഴ്സ് തന്നെയാണ് ആ ഹ്യൂമൻ ഏജൻസിനെ എനേബിൾ ചെയ്യുന്നതും ആൻഡ് അറ്റ് ദ സെയിം ടൈം ഓരോ കൺസ്ട്രെയിൻസ്, അല്ലെങ്കിൽ അത് ചെയ്യരുത്, ഇങ്ങനെ പോകരുത്, ഇങ്ങനെ ചിന്തിക്കരുത് എന്നുള്ള ആ ഒരു തോട്ട് അവിടെ കൊണ്ടുവരുന്നതും. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ദേ ആർ പ്രൊഡ്യൂസ്ഡ് ആൻഡ് റീപ്രൊഡ്യൂസ്ഡ് ത്രൂ ഏജൻസി എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഒരു ഇന്റർ ഡിപ്പെൻഡൻസ് അവിടെ വരുന്നുണ്ട് അല്ലെ. ഈ ഒരു ഇന്റർ ഡിപ്പെൻഡൻസ് ശരിക്കും എങ്ങനെയാണ് അത് ക്യാപ്ചർ ആകുന്നത്? ഇറ്റ് ഈസ് ഇൻ ദ ഡൈനാമിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഏജൻസി ആൻഡ് സ്ട്രക്ചർ. ഏജൻസി എന്ന് പറയുന്നതാണ് ദ കപ്പാസിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ് ടു ആക്ട് ഇൻഡിപെൻഡന്റ്ലി. ഓരോ വ്യക്തികൾക്കും ഇൻഡിപെൻഡന്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റിനെയാണ് ഇവിടെ ഏജൻസി എന്ന് പറയുന്നത്. ആൻഡ് സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ദ റിക്കറന്റ് പാറ്റേൺഡ് അറേഞ്ച്മെന്റ്സ്. ആ ഒരു സ്ട്രക്ചർ എന്താണ്? ആ ഒരു സ്പെസിഫിക് പാറ്റേണിലുള്ള അറേഞ്ച്മെന്റ്സിനെയാണ് ശരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ലാംഗ്വേ ആൻഡ് പെരേൽ, ഓപ്ഷൻ എയില് ലാംഗ്വേ ആൻഡ് പെറോൾ എന്ന് പറയുന്നത് ദീസ് ആർ ലിംഗ്വിസ്റ്റിക് ടേംസ് എന്നുള്ളതാണ്. ഫെർഡിനൻഡ് ഡി സോഷർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ലിംഗ്വിസ്റ്റിക് ടേംസ് ആണ്. സബ്ജക്ട് ആൻഡ് ഓബ്ജക്ട് എന്ന് പറയുന്നത്, ഈ ഒരു ഡിക്കോട്ടമി എന്ന് പറയുന്നത് ഇത് കുറെ കൂടെ അധികം ഒരു ഫിലോസഫിക്കൽ ഡിസ്ക്ലോഷർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് ഗിഡൻസിന്റെ തിയറിയുമായിട്ട് അതിനകത്തൊരു ബന്ധം വരുന്നില്ല. ഇനി ഹാബിറ്റസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്നത് ശരിക്കും അത് പിയർ ബോർഡയുടെ തിയറി ഓഫ് പ്രാക്ടീസ് എന്ന ഗിഡൻസിന്റെ ആ ഒരു ഫ്രെയിം വർക്കിൽ വരുന്നത് അല്ല. Now let us look at the third question. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഡാഷ് പെർസ്പെക്റ്റീവ്, ഇതൊരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലത്തെ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു ഫുൾ സെന്റൻസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. Dash perspective understands the society through conditions of subordination of people belonging to different caste. അപ്പോ ഏത് കാഴ്ചപ്പാടിലൂടെ നമ്മൾ നോക്കുമ്പോഴാണ് ശരിക്കും ആ ഒരു സൊസൈറ്റിയെ മനസ്സിലാക്കുന്നത്? ത്രൂ ദ കണ്ടീഷൻസ് ഓഫ് സബോർഡിനേഷൻ ഓഫ് പീപ്പിൾ ബിലോങ്ങിങ് ടു ഡിഫറെന്റ് കാസ്റ്റ്. പല കാസ്റ്റിലുള്ള ആൾക്കാരുടെ ആ ഒരു സബോർഡിനേഷൻ അവിടെ വരുന്നുണ്ട് എന്നുള്ളത്. ഇസ് ഇറ്റ് ഐഡിയോളജിക്കൽ? Is it civilizational? Is it subaltern? Or is it conflict? Well, ഇവിടെ subaltern perspective ആണ്. Option C is the right answer. ഈ ഒരു subaltern perspective എന്ന് പറയുന്നത് ആ ഒരു പോസ്റ്റ് കൊളോണിയൽ ആൻഡ് ക്രിട്ടിക്കൽ തിയറി ഫ്രെയിംവർക്സിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും ദിസ് വാസ് ഡെവലപ്ഡ് ബൈ സ്കോളേഴ്സ് ലൈക്ക് രഞ്ജിത്ത് ഗുഹ, ഗായത്രി ചക്രവർത്തി സ്പിവക്, ഇവരൊക്കെയാണ് ഈ തിയറീസ് ഡെവലപ്പ് ചെയ്തത്. അപ്പൊ ഇതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഇസ് ഓൺ ദ വോയിസസ്, ദ എക്സ്പീരിയൻസസ് ആൻഡ് ദ ഏജൻസി ഓഫ് ദോസ് ഹു ഹാവ് ബീൻ ഹിസ്റ്റോറിക്കലി മാർജിനലൈസ്ഡ് ഓർ സബോർഡിനേറ്റഡ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ആ ലോവർ കാസ്റ്റ് വരും, ഒപ്രസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഇതിന്റെ ഭാഗമായിട്ട് വരും. പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പൊ ഈ ഒരു സബാൾട്ടേൺ അപ്രോച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഗിവ്സ് എപ്പിസ്റ്റമിക് സ്പേസ് ടു ദോസ് എക്സ്ക്ലൂഡഡ് ഗ്രൂപ്പ്സ്. ആ ഒരു എക്സ്ക്ലൂഡഡ് ഗ്രൂപ്പ്സിന് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നു ആൻഡ് ഡോമിനന്റ് ആയിട്ടുള്ള പവർ സ്ട്രക്ചേഴ്സിന് ഒരു ക്രിട്ടിക്കായി മാറുന്നു എന്ന് നമുക്ക് പറയാം. സോ ഇറ്റ് ഇസ് ദ സബാൾട്ടേൺ പെർസ്പെക്റ്റീവ് understands the society through conditions of subordination of people belonging to different caste. Okay. Question number 4. Choose the correct answer from the options given below. ഇവിടെ പറഞ്ഞേക്കുന്ന an ideal speech situation according to Habermas encompasses to hold differences of opinion, equal opportunities to all parties, freedom of expression, engage in dialogue without undue domination. ഏതൊക്കെയാണ് ഇതിലെ കറക്റ്റ്? ഓക്കെ, ലെറ്റ് മി ഗിവ് യു ദി ആൻസർ. ഓപ്ഷൻ സി ആണ് ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ. അപ്പൊ ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദി ഓപ്ഷൻസ് ഗിവൻ ബിലോ. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? an ideal speech situation according to Habermas. ഒരു ഐഡിയൽ സ്പീച്ച് സിറ്റുവേഷനിൽ എന്തൊക്കെ വരുന്നു എന്നുള്ളത്. അപ്പൊ സിയിൽ നമുക്ക് കാണാം ടു ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകണം ഫോർ ഓൾ പാർട്ടീസ് എന്നുള്ളത്. And at the same time, എന്താ 2 and 4 are correct എന്ന് പറയുന്നത്. 4 എന്താ? എൻഗേജ് ഇൻ ഡയലോഗ് വിത്തൗട്ട് അൺഡ്യൂ ഡോമിനേഷൻ. ആവശ്യമില്ലാത്ത ഒരു ഡോമിനേഷൻ അവിടെ കൊണ്ടുവരരുത്. എല്ലാവരും ഡയലോഗിൽ എൻഗേജ് ചെയ്യാനായിട്ട് കഴിയണം. ഓക്കെ, അപ്പം ഹെർബമാസിന്റെ കാര്യം പറയാനാണെങ്കിൽ അദ്ദേഹം ഒരു ജർമ്മൻ
ഫിലോസഫർ ആണ്, ഒരു സോഷ്യോളജിസ്റ്റ് ആണ്. അദ്ദേഹമാണ് ഈ കോൺസെപ്റ്റ് ഓഫ് ഐഡിയൽ സ്പീച്ച് സിറ്റുവേഷൻ എന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് ഇത് അദ്ദേഹത്തിന്റെ തിയറി ഓഫ് കമ്മ്യൂണിക്കേറ്റീവ് ആക്ഷനിലാണ് ഈ ഒരു കോൺസെപ്റ്റ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്, ഈ ഒരു ഇതേപോലെയുള്ള ഒരു സിറ്റുവേഷനിൽ ഡിസ്കോഴ്സ് ഇസ് ഗവേൺഡ് ബൈ റാഷണാലിറ്റി. ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആ സ്പീച്ച് എന്ന് പറയുന്നത് അതിനെ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു റാഷണാലിറ്റി ഉണ്ട്, നമുക്കൊരു റീസൺ അതിന്റെ പിന്നിൽ കാണാം എന്നുള്ളത്. ആൻഡ് ഇവിടെ ആ ഒരു റാഷണാലിറ്റി എന്താണ്, പാർട്ടിസിപ്പൻസിന് എൻഗേജ് ചെയ്യാൻ കഴിയണം ആ ഒരു ഡയലോഗിൽ വളരെ ഫ്രീ ആയിട്ട് ആൻഡ് ഈക്വൽ ആയിട്ട് അവർക്ക് എൻഗേജ് ചെയ്യാനായിട്ട് കഴിയണം. ഒരു വ്യക്തിയുടെയും ഒരു ഡോമിനൻസ് അവിടെ ഉണ്ടാകരുത്, ഒരു കോവേർഷൻ അവിടെ ഉണ്ടാകരുത് എന്നുള്ളതാണ് അദ്ദേഹം ഈ ഒരു തിയറിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിൽ ചൂണ്ടിക്കാണിക്കുന്നത്. Now let's move on to question number 5. Caste status does not include. Okay, ഇതിന് ഏതാണ് അതിന്റെ കറക്റ്റ് ആൻസർ? എൻഡോഗമി ആണോ ഇത് ഇൻക്ലൂഡ് ചെയ്യാത്തത്? ഇറ്റ്സ് എ നോട്ട് ക്വസ്റ്റ്യൻ. ഓക്കെ, ഹെറിഡിറ്ററി ആണോ, അച്ചീവ്ഡ് ആണോ, അസ്ക്രൈബ്ഡ് ആണോ? എന്താണ്? അപ്പൊ കാസ്റ്റ് സ്റ്റാറ്റസിനകത്ത് ഈ പറഞ്ഞേക്കുന്നതൊക്കെ കാസ്റ്റ് സ്റ്റാറ്റസ് ആണ്. അപ്പൊ ഇതിൽ ഏതാണ് കാസ്റ്റ് സ്റ്റാറ്റസ് അല്ലാത്തത്? സോഷ്യോളജിക്കൽ ടേംസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാസ്റ്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇസ് ലാർജ്ലി ആൻ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് അല്ലെ. അപ്പൊ ഒരു അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഇറ്റ് ഇസ് അസൈൻഡ് അറ്റ് ബർത്ത്. ജന്മനാ കിട്ടുന്ന ഒരു സ്റ്റാറ്റസ് ആണത്. ആൻഡ് ടിപ്പിക്കലി ഇറ്റ് റിമെയിൻസ് അൺചേഞ്ച് ത്രൂ ഔട്ട് ലൈഫ് എന്നുള്ളതാണ് പറയുന്നത്. അതാണ് കാസ്റ്റ് സ്റ്റാറ്റസ് സോഷ്യോളജിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. സോ ദ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇസ് വെരി റിജിഡ് ആൻഡ് അത് ഹെറിഡിറ്ററി ആണ്. ഓക്കെ, ബയോളജിക്കലി കിട്ടുന്നതല്ല, പക്ഷെ ഒരു പെർട്ടിക്കുലർ കാസ്റ്റിൽ ജനിക്കുന്ന ഒരു കുട്ടി ആ ഒരു കാസ്റ്റ് തന്നെ ആകുന്നു എന്നുള്ളത്, അതാണ് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ഫാമിലി ലൈനേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അതിന്റെ ഡിഫൈനിങ് ഫീച്ചേഴ്സിൽ ഏതൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്? എൻഡോഗമി ഇസ് പാർട്ട് ഓഫ് ദാറ്റ്. എൻഡോഗമി എന്ന് പറയുന്നത് എന്താണ്, മാരിങ് വിതിൻ ദ സെയിം കാസ്റ്റ് ആണ് എൻഡോഗമി. ആൻഡ് ഹെറിഡിറ്ററി ഇതിന്റെ ഭാഗമാണ്. കാരണം എന്താണ്, സ്റ്റാറ്റസ് ഇസ് പാസ്ഡ് ഓൺ ഫ്രം വൺ ജനറേഷൻ ടു ദ നെക്സ്റ്റ്. ആൻഡ് അസ്ക്രൈബ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇറ്റ് ഇസ് അസൈൻഡ് അറ്റ് ബർത്ത്. ഇത് ആ ഒരു കാസ്റ്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് പിന്നീട് ആർക്കും നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി അച്ചീവ്ഡ് എന്നുള്ളത് ആണ് ഈ ഒരു ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ. കാരണം കാസ്റ്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അച്ചീവ്ഡ് അല്ല. അപ്പം അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് യൂഷ്വലി ഇറ്റ് റിഫേഴ്സ് ടു പൊസിഷൻസ് ഇൻഡിവിജ്വൽസ് അക്വയർ ത്രൂ ദിയർ ഓൺ ആക്ഷൻസ്. ഓരോ വ്യക്തികൾ അവരുടെ സ്വന്തം ആക്ഷൻസിലൂടെ അവരെ നേടിയെടുക്കുന്ന ഇൻഡിവിജ്വൽ പൊസിഷൻസിനെയാണ് ആ ഒരു അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അവരുടെ ആ ഒരു സ്വന്തം ആക്ഷൻസ് ആകാം, അല്ലെങ്കിൽ അവരുടെ ടാലൻസ് ആകാം, അല്ലെങ്കിൽ അവരെടുക്കുന്ന പ്രത്യേകം എഫേർട്ട് കൊണ്ട് അവർക്ക് കിട്ടുന്നതാകാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് കാസ്റ്റ് സ്റ്റാറ്റസിന്റെ കൂട്ടത്തിൽ വരുന്നില്ല ഈ ഒരു അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയും. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് വൺ. ക്വസ്റ്റ്യൻ 6. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദി ഓപ്ഷൻസ് ഗിവൻ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചൂസ് ചെയ്യാനാണ് പറയുന്നത്. കിൻഷിപ്പ് സിസ്റ്റം റെപ്രസെന്റ്സ് ഫോംസ് ഓഫ് അക്നോളജ്ഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് റിഗാർഡിംഗ്. അപ്പം കിൻഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം ഓർ ദ കിൻഷിപ്പ് സിസ്റ്റം, ഓക്കെ, അതെന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇറ്റ് റെപ്രസെന്റ്സ് ഫോംസ് ഓഫ് അക്നോളജ്ഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പം എന്തിനെ കുറിച്ചൊക്കെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ആ ഒരു കിൻഷിപ്പ് എന്ന് പറയുന്നത് എന്താ പറയേണ്ടത് റെപ്രസെന്റ് ചെയ്യുന്നത്? സോ കിൻഷിപ്പ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഒരു ഫണ്ടമെന്റൽ ഓർഗനൈസിങ് പ്രിൻസിപ്പിൾ ആണ് കിൻഷിപ്പ് എന്ന് പറയുന്നത്. ഏത് സൊസൈറ്റിയിൽ നമ്മൾ നോക്കിയിരുന്നാലും ശരി. അപ്പൊ ഇത് പ്രത്യേകിച്ച് ഡിനോട്ട് ചെയ്യുന്ന എന്താണ്, റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് എമംഗ് ഇൻഡിവിജ്വൽസ് ബേസ്ഡ് ഓൺ ബ്ലഡ്. ബേസ്ഡ് ഓൺ ബ്ലഡ് എന്ന് പറയുന്നത് ഇസ് കൺസാങ്ക്വിനിറ്റി. ബേസ്ഡ് ഓൺ മാരേജ് എന്ന് പറയുന്നത് ഇസ് അഫിനിറ്റി. ഇനി അതുമല്ലെങ്കിൽ ബേസ്ഡ് ഓൺ അഡോപ്ഷൻ. അപ്പോ ഈ കിൻഷിപ്പ് എന്തിനെയൊക്കെയാണ് ഗവേൺ ചെയ്യുന്നത്? ഇത് സക്സഷനെ ഗവേൺ ചെയ്യുന്നു. അതായത് ആര് ഇൻഹെറിറ്റ് ചെയ്യണം, അത് അടുത്തതാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സക്സഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ആ ഒരു ലൈനേജ് ആൻഡ് റൈറ്റ്സ് ടു ലീഡർഷിപ്പ്, അതല്ലെങ്കിൽ റൈറ്റ്സ് ടു റിച്വൽ ആക്ടിവിറ്റി. റിച്വൽ ആക്ടിവിറ്റി എന്ന് അല്ലെങ്കിൽ റിച്വൽ അതോറിറ്റി എന്ന് പറയുമ്പോൾ
അന്ന് അമ്പലത്തിലൊക്കെ നടക്കുന്ന റിച്വൽസിലെ ആ റിച്വൽസിന്റെ ആ ഒരു റൈറ്റ് ആര് അതിനി നടത്തണം എന്നുള്ള ആ റൈറ്റ് എങ്ങനെയാണ് വരുന്നത്? ഇറ്റ്സ് ത്രൂ സക്സഷൻ അല്ലെ, അച്ഛനിൽ നിന്ന് മകനിലേക്ക് ആ ഒരു രീതിയിലൊക്കെ അത് പോകുന്നു. ഇനി ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നതിനകത്ത് എന്തൊക്കെയാണ് വരിക? ഇൻഹെറിറ്റൻസിനകത്ത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി വരുന്നുണ്ട്, ആ ഒരു സ്റ്റാറ്റസിന്റെ ഇത് അവിടെ വരുന്നുണ്ട്. ഇനി അതും അല്ലെങ്കിൽ ടൈറ്റിൽസും ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം സംഭവിക്കുന്നത് എങ്ങനെയാണ്? ത്രൂ റെക്കഗ്നൈസ്ഡ് കിൻ ലൈൻസ്. ഇനി മാരേജ് എന്ന് പറയുന്നത് എന്താണ്? റൂൾസ് റിഗാർഡിങ് സ്പൗസ് സെലക്ഷൻ, സ്പൗസിനെ എങ്ങനെ സെലക്ട് ചെയ്യണം, റെസിഡൻസ് എങ്ങനെ സെലക്ട് ചെയ്യണം, ആൻഡ് ഫാമിലി അലയൻസസ് എങ്ങനെ ആയിരിക്കണം, ഇതിനൊക്കെ എഴുതി വെച്ചിട്ടില്ലാത്ത കുറെ അധികം റൂൾസ് ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. അപ്പൊ ഇത്രയും ഘടകങ്ങളാണ് ദാറ്റ് ഫോംസ് ദ സ്ട്രക്ചറൽ ബാക്ക് ബോൺ ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ ഇൻ കിൻ ബേസ്ഡ് സൊസൈറ്റി. അപ്പോ വിച്ച് ഇസ് ദ ഓഡ് വൺ ഔട്ട് ഹിയർ? ചൂസ് ദ കറക്റ്റ് എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോ എന്താ പറയേണ്ടത്? ഇവിടെ നമുക്ക് ആകെ 3 എണ്ണമാണ് ഇവിടെ ഉള്ളത്. അപ്പോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓൾ ദ ത്രീ ആർ കറക്റ്റ്. ഇത് 3ഉം ഇവിടെ കറക്റ്റ്. ദർ ഇസ് നോ ഓഡ് വൺ ഔട്ട് ഹിയർ. ഓപ്ഷൻസിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഓഡ് വൺസ്, ഇവിടെ നമുക്ക് ഓഡ് വൺസ് ഇല്ല. ഓക്കെ, മൂവിംഗ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 7. ഗ്ലോബലൈസേഷൻ ഇൻക്ലൂഡ്സ് ഡാഷ് എമംഗ് അതേഴ്സ്. ഇപ്പൊ ഗ്ലോബലൈസേഷനിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ഈ ചോദ്യം. അപ്പോ there is includes dash. ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് ഒരെണ്ണം ഉണ്ട്, അത് കൂടാതെ മറ്റനേകം കാര്യങ്ങളുണ്ട്, അത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ എന്തൊക്കെയാണ്? എക്സ്റ്റൻഷൻ ഓഫ് മാർക്കറ്റ് ഫോക്കസ്, അത് ഗ്ലോബലൈസേഷന്റെ ഭാഗമാണോ? തിങ്ക് അബൌട്ട് ലിബറലൈസേഷൻ, ഡീറെഗുലേഷൻ, ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഒരു ലിബറലൈസേഷൻ ഒക്കെ വന്നെങ്കിൽ മാത്രമേ ആ ഒരു ഗ്ലോബൽ ട്രേഡ് നടക്കുകയുള്ളൂ അല്ലേ. അപ്പൊ അത് ഗ്ലോബലൈസേഷന് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അടുത്ത ഓപ്ഷൻ ചെയിൻ ഓഫ് കമോഡിറ്റി എക്സ്ചേഞ്ചസ്. അപ്പൊ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഗ്ലോബൽ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും അതും വേണം അല്ലെ ഗ്ലോബലൈസേഷനിൽ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് രണ്ടും കൂടെ ഇവിടെ കിട്ടിയ സ്ഥിതിക്ക് ഓൾ ഓഫ് ദീസ് തന്നെ നമുക്ക് അങ്ങ് ചൂസ് ചെയ്യാം. ഇതിനെക്കുറിച്ച് ചിന്തിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇതിനെ അങ്ങ് ചൂസ് ചെയ്യാം. കാരണം മറ്റ് വേറൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ഇല്ല. സോ ബൈ ലോജിക് കറക്റ്റ് ആൻസർ വരേണ്ടത് ഇസ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ് എന്നുള്ളതാണ്. എന്നാലും നമുക്ക് ഓപ്ഷൻ സി ഒന്ന് നോക്കാം, എവല്യൂഷൻ ഓഫ് എ ഗ്ലോബൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ഒരു എക്കണോമിക് ഇന്റഗ്രേഷൻ വരുന്ന അല്ലേ, അക്രോസ് നാഷണൽ ബൗണ്ടറീസ് എന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളിൽ തങ്ങളിൽ ഒരു എക്കണോമിക് ഇന്റഗ്രേഷൻ വരുന്നുണ്ട്. അപ്പോ ഇത് എല്ലാം വാലിഡ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസ് ആണ്, അല്ലെങ്കിൽ ഈ ഘടകങ്ങളെല്ലാം കൂടെ ചേർന്ന് തന്നെയാണ് ഗ്ലോബലൈസേഷനെ നിർണ്ണയിക്കുന്നത് എന്ന് പറയാം. എന്നാൽ ഇത് മാത്രമല്ല, ഇനിയും ഒത്തിരിയധികം ഘടകങ്ങൾ ഇതിനകത്തുണ്ട്. അത് നിങ്ങളുടെ ഗ്ലോബലൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ലെസണിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്പർ 8, ഇൻഡോളജിക്കൽ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി ഇന്ത്യൻ സൊസൈറ്റി പെർടെയിൻസ് ടു. അപ്പൊ ഇന്ത്യൻ സൊസൈറ്റിയുടെ ഇൻഡോളജിക്കൽ സ്റ്റഡി എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചുള്ളതാണ്? അത് ഒരു ടെക്സ്റ്റ് വ്യൂ ആണോ, ഫീൽഡ് വ്യൂ ആണോ, ഓർ ഇസ് ദി ആൻസർ both of these or is it none of these എന്നുള്ളത്? ഓക്കെ, അപ്പോ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ടെക്സ്റ്റ് വ്യൂ തന്നെയാണ്. അപ്പൊ ഇത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്ത് പോകുമ്പോഴാണ് ഈ ഒരു ടെക്സ്റ്റ് വ്യൂ എന്താണ്, ഫീൽഡ് വ്യൂ എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് നിങ്ങളുടെ ലെസണിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നാലും ഒന്ന് ചുരുക്കത്തിൽ നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഈ ഒരു ഇൻഡോളജിക്കൽ അപ്രോച്ച് ടു ദ സ്റ്റഡി ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും അതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് അതിന്റെ ടെക്സ്റ്റ് അനാലിസിസിലാണ് അതിന്റെ ആ ഒരു ഫോക്കസ് വരിക. അപ്പൊ എന്തോത്തിന്റെ ടെക്സ്റ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ഏൻഷ്യന്റ് ആയിട്ടുള്ള സ്ക്രിപ്ചേഴ്സിനെ പഠിക്കുന്നുണ്ട്, അതേപോലെ റിലിജിയസ് ആയിട്ടുള്ള ടെക്സ്റ്റ് ഇവിടെ പഠിക്കുന്നുണ്ട്, ആൻഡ് പഴയ നിയമങ്ങൾ അല്ലെങ്കിൽ ആ പുരാതന കാലത്ത് നിന്നിരുന്ന ലോസ്, നിയമങ്ങൾ, ഇതിനെ ഇവിടെ നോക്കുന്നുണ്ട്. നിയമങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് മനുസ്മൃതി ഇസ് പാർട്ട് ഓഫ് ദാറ്റ്. ഒത്തിരിയധികം എപ്പിക്സ് ഉണ്ടല്ലോ നമുക്ക്, മഹാഭാരത, രാമായണ, ഇതിന്റെയൊക്കെ സ്റ്റഡി അതിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഇനി മറ്റനേകം ക്ലാസിക്കൽ റൈറ്റിംഗ്സിന്റെ ടെക്സ്റ്റിന്റെ അനാലിസിസും ഇവിടെ വരും. അപ്പൊ ഈ ഒരു അപ്രോച്ച് എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം ഈ ഒരു ടെക്സ്റ്റ് അനാലിസിസ്, ഈ ഒരു അപ്രോച്ച് എടുക്കുകയാണെങ്കിൽ അത് സോഷ്യൽ സ്ട്രക്ചറിനെ, ആ കാലത്ത് നിലനിന്നിട്ടുള്ള നോംസ്, വാല്യൂസ്, ഹയറാർക്കീസ്, ഇതിനെയെല്ലാം ഇന്റർപ്രറ്റ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ആ ഒരു കാസ്റ്റ് സിസ്റ്റം, ധർമ്മ, വർണ്ണ, ഇതെല്ലാം ആ ടെക്സ്റ്റുകളിൽ നിന്ന് പഠിക്കുന്നു എന്നുള്ളതാണ്.
ഓക്കെ, സോ ഇതാണ് ആ ഒരു എന്താ പറയണ്ടേ ഇൻഡോളജിക്കൽ സ്റ്റഡി ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. റൈറ്റ്? ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഇവിടെ. ഇനി ഫീൽഡ് വ്യൂ എന്ന് പറയുന്നത് ടെക്നിക്കലി ഈ ഫീൽഡ് വ്യൂ ഇറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് എത്നോഗ്രാഫിക് അല്ലെങ്കിൽ എംപിറിക്കൽ സ്റ്റഡീസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ ദാറ്റ്സ് എ ഡിഫറൻസ്. ടെക്സ്റ്റ് വ്യൂവും ഫീൽഡ് വ്യൂ ആയിട്ടുള്ള ആ ഒരു ഡിഫറൻസ് എന്ന് പറയും. Question number 9. The concept of sociological imagination is associated with. Sociological imagination എന്ന കോൺസെപ്റ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ ആരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു ഇവിടെ? കാരണം ഇവിടെ കുറച്ച് പേരുകളാണ് നമുക്കുള്ളത് അല്ലെ. റൈറ്റ് മിൽസ് ഉണ്ട്, മാക്സ് വെബർ ഉണ്ട്, ജോർജ് സിമൽ ഉണ്ട്, ഹെർബർട്ട് ബ്ലൂമർ നമുക്ക് ഇവിടെ ഉണ്ട്. ഇതിന്റെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, സി, റൈറ്റ് മിൽസ്. അപ്പം റൈറ്റ് മിൽസ് ആണ് ഈ ഒരു സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന ആ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഈ ഒരു ടേമിലൂടെ വാട്ട് ഹി ഡിഡ് വാസ് ഹി urged individuals to connect personal experiences with the wider social structures. ഓക്കെ, ഓരോരുത്തർക്കും ഉണ്ടാകുന്ന പേഴ്സണൽ എക്സ്പീരിയൻസസ് നിലനിൽക്കുന്ന സോഷ്യൽ സ്ട്രക്ചേഴ്സുമായിട്ട് ബന്ധപ്പെടുത്താനാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അപ്പോ ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ട് എന്താണ് ശരിക്കും ഇവിടെ നടക്കുന്നത്? ഇറ്റ് ആക്ച്വലി ബ്രിഡ്ജസ് ബയോഗ്രാഫി ആൻഡ് ഹിസ്റ്ററി. നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസസ് അല്ലേ ബയോഗ്രാഫി എന്ന് പറയുന്നത്. ആൻഡ് അതും എന്താ പറയേണ്ടത്, സൊസൈറ്റിയിൽ വൈഡർ സൊസൈറ്റിയൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ആ കാലത്ത് നിലനിൽക്കുന്ന ഒരു തരം ഹിസ്റ്ററി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അദ്ദേഹം ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് പേഴ്സണൽ ട്രബിൾസ് എന്ന് പറയുന്നത് ഇസ് ആക്ച്വലി ലിങ്ക്ഡ് ടു പബ്ലിക് ഇഷ്യൂസ്. അതാണ് അദ്ദേഹം ഇതുകൊണ്ട് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. റൈറ്റ്. നമ്പർ 10 ഇതാണ് ജെൻഡർ ഓഡിറ്റിംഗ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പൊ ജെൻഡർ ഓഡിറ്റിംഗ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞിട്ട് അടുത്ത് എന്തൊക്കെയാണ് പറയുന്നത്? അപ്പൊ എന്താണ് ജെൻഡർ ഓഡിറ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. ചെക്സ് ആൻഡ് അസസസ് പ്രിവെയിലിംഗ് ജെൻഡർ ഇക്വാളിറ്റി. ഓക്കെ, ബഡ്ജറ്റ്സ് ജെൻഡർ റിലേറ്റഡ് പ്രോഗ്രാംസ് ആൻഡ് കൺസിഡേഴ്സ് പ്രോഗ്രാംസ് ഫോർ ജെൻഡർ ഇക്വാളിറ്റി ആൻഡ് ഓൾ ഓഫ് ദീസ്. അപ്പൊ ജെൻഡർ ഓഡിറ്റിംഗ് എന്തൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. വെൽ, ദി ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ്. നമ്പർ 11. Concept of network society in a globalized world is associated with option A, Manuel Castells, Zygmunt Bauman, Erwin Habermas, or Ulrich Beck. Adana. The answer is option A, Manuel Castells ആണ് correct answer. അപ്പോ മാനുവൽ കാസ്റ്റൽസ് ഇസ് റിനൗണ്ട് ഫോർ ഹിസ് അനാലിസിസ് ഓഫ് ദ നെറ്റ്വർക്ക് സൊസൈറ്റി. അവർ നെറ്റ്വർക്ക് സൊസൈറ്റിയുടെ എന്താ പറയേണ്ടത് അനാലിസിസിന് ഒരു 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 നിർണായക പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് മാനുവൽ കാസ്റ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഇസ് ദ നെറ്റ്വർക്ക് സൊസൈറ്റി? നെറ്റ്വർക്ക് സൊസൈറ്റി ഇസ് വേ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ്, അതായത് ICT. അപ്പോ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് റീസ്ട്രക്ചർ സോഷ്യൽ ആൻഡ് എക്കണോമിക് ലൈഫ് എന്നുള്ള കോൺസെപ്റ്റ് ആണ് അദ്ദേഹം ഇവിടെ പഠിച്ചിരിക്കുന്നത്. അതായത് ICT എന്ന് പറയുന്നതാണ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. അപ്പം ICTs എന്താ ചെയ്യുന്നത്? ആ ഓരോ സമയത്തും നിലവിലുള്ള സോഷ്യൽ ആൻഡ് എക്കണോമിക് ലൈഫിനെ അത് റീസ്ട്രക്ചർ ചെയ്ത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു സൊസൈറ്റിയിൽ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക്സ്, പ്രത്യേകിച്ചും ആ ഡിജിറ്റൽ നെറ്റ്വർക്ക്സ് എന്ന് അദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്നത്, ദേ ബിക്കം ദ ഡോമിനന്റ് മോഡ് ഓഫ് ഓർഗനൈസിങ്, ഷേപ്പിംഗ് എവറിത്തിങ്. അത് എക്കണോമിക്സ് മുതൽ ഐഡന്റിറ്റി വരെ എല്ലാത്തിനും ഷേപ്പ് ചെയ്യുന്നത് ആ ഒരു എന്താ പറയുക ഡോമിനന്റ് ആയിട്ടുള്ള ICT എന്താണ് ഇവിടെ? ഡിജിറ്റൽ ICTs ആണ്, അല്ലെങ്കിൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻസ് തന്നെയാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, let's look at question number 12. Elderly welfare and maintenance is addressed in. Okay, അപ്പം ഇവിടെ ഒരു നിയമത്തിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. Is it Maintenance and Welfare of Parents and Senior Citizens Act 2007? Or is it National Policy on Senior Citizens 2011? Senior Citizens Act 2019? Or is it none of the above? Well, ഇതിന്റെ ആൻസർ is option A. ഓക്കെ, ഇത് സിലബസിന്റെ ഭാഗമായിട്ട് ഈ ഒരു ആക്ട് നമുക്ക് പഠിക്കാനും കൂടി ഉണ്ട് എന്നുള്ളതാണ്.
അപ്പോ ഈ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് 2007 എന്താ പറയേണ്ടത് നിലവിൽ വന്ന ആക്ട് ആണിത്. ഇതാണ് ഒരു ലീഗൽ സ്റ്റാറ്റ്യൂ എനാക്റ്റഡ് ബൈ ദ ഇന്ത്യൻ പാർലമെന്റ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്? ആ പേര് പറയുന്നത് പോലെ സീനിയർ സിറ്റിസൺസിനും പേരൻസ് ആയിട്ടുള്ളവർക്കും ആവശ്യത്തിനുള്ള കെയർ, പ്രൊട്ടക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് അവരുടെ കുട്ടികളിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലീഗൽ ഹയേഴ്സിൽ നിന്ന് ലഭിക്കുക, അത് ലഭിക്കാൻ ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഓപ്ഷൻ ബിയും സിയും നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും എന്താ പറയണ്ടേ, ഒഫീഷ്യലി എനാക്റ്റഡ് ആയിട്ടുള്ള ആക്ട് ഒന്നും അല്ല, ജസ്റ്റ് ഒരു പേര് ഇവിടെ കൊടുത്തേക്കുന്നു എന്നുള്ളത് മാത്രമാണ് ആ ടെസ്റ്റ് എഴുതുന്ന സമയത്ത് നമ്മളെ കൺഫ്യൂസ് ചെയ്യുക എന്നുള്ള ആ ഒരു ഉദ്ദേശം. ഓക്കെ, സോ നമ്പർ 13, ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദി ഓപ്ഷൻസ് ഗിവൻ ബിലോ. അപ്പം ജെൻഡർ പെർടെയിൻസ് ടു ഡാഷ് സ്റ്റാറ്റസ്. നോക്കണേ, ഇതേ ചോദ്യം അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ ആൻസേഴ്സ് ആയിട്ട് വരുന്ന ഒരു ചോദ്യം ഈ കോൺസെപ്റ്റിലെ രണ്ടാമത്തെ ചോദ്യമാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. സോ ഇവിടെ ജെൻഡറിന് നല്ല ഒരു ഇനി അല്ലെങ്കിൽ ആ ഒരു സ്റ്റാറ്റസിന് നല്ല ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ എന്താ പറയണ്ടേ, ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ അസ്ക്രൈബ്ഡ് ആണോ, ജെൻഡർ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആണോ? അപ്പം അസ്ക്രൈബ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ജെൻഡർ, ഹൗ വാസ് ജെൻഡർ വ്യൂഡ്? ജെൻഡർ വാസ് ഹിസ്റ്റോറിക്കലി ഇറ്റ് വാസ് വ്യൂഡ് ആസ് അബ്സ്ക്രൈബ്ഡ് എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു പെർസ്പെക്റ്റീവിനെ ഇപ്പോ ചാലഞ്ച് ചെയ്യുന്നു എന്ന് പറയാം. ഇനി അച്ചീവ്ഡിന്റെ കാര്യം നോക്കുവാണെങ്കിലോ, ശരിക്കും അച്ചീവ്ഡ് എന്ന് പറയുന്നത് നമ്മൾ നേടിയെടുക്കുന്ന സോഷ്യൽ സ്റ്റാറ്റസ് ആണ് അല്ലെ. അപ്പൊ ജെൻഡർ അങ്ങനെയുള്ളതല്ല. ഇനി കൺസ്ട്രക്റ്റഡ് എന്ന് പറയുന്നതോ, ശരിക്കും അതാണ് ജെൻഡറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു വ്യൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ മോസ്റ്റ് ആക്സെപ്റ്റഡ് വ്യൂ ബേസ്ഡ് ഓൺ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ആൻഡ് ഫെമിനിസ്റ്റ് തോട്ട്. ഇതിനെ രണ്ടിനെയും പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് തോട്ട്, ഫെമിനിസ്റ്റ് തോട്ടിനെ ബേസ് ചെയ്ത് അത് കൺസ്ട്രക്റ്റഡ് എന്നുള്ള. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താ പറയേണ്ടത്, ഇതിന്റെ ഓപ്ഷൻ 3 മാത്രമാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. റൈറ്റ്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ബോത്ത് 1 and 2 ആർ റോങ്. നമ്മുടെ ഒരു ഓപ്ഷൻ ഇവിടെ 1 and 2 ആർ റോങ്. ഓക്കെ, കാരണം ജെൻഡർ പെർടെയിൻസ് ടു കൺസ്ട്രക്റ്റഡ് സ്റ്റാറ്റസ്. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഓപ്ഷൻസ് ഇവിടെ വന്നേക്കുന്നത് യൂഷ്വലി നമ്മൾ അതിന്റെ ആ ഒരു റൈറ്റ് ആൻസർ, പക്ഷെ ഇതൊരു തിരിഞ്ഞുള്ള ഒരു രീതിയിലാണ് ഈ ഒരു ചോദ്യം വന്നേക്കുന്നത്. ഓൺലി 1 is wrong എന്ന് പറയുന്നു. ആൻഡ് ഇവിടെ ബോത്ത് 2 and 3 ആ കറക്റ്റ്. അപ്പം ജെൻഡർ ഒരിക്കലും ഒരു അച്ചീവ്ഡ് സ്റ്റാറ്റസ് അല്ല അല്ലേ, അതൊരു കൺസ്ട്രക്റ്റഡ് സ്റ്റാറ്റസ് ആണ്. അപ്പോ ബോത്ത് 1 and 2 ആർ റോങ്. അപ്പോൾ ഇവിടെ ബോത്ത് 1 and 2 ആർ റോങ് എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓൺലി ദിസ് വൺ കൺസ്ട്രക്റ്റഡ് ഇസ് റൈറ്റ് ആസ് പെർ എന്താ പറയേണ്ടത്, ജെൻഡർ ഏത് സ്റ്റാറ്റസ് എന്നുള്ളതിനകത്ത് മാച്ച് ചെയ്യുന്ന ഇൻഫർമേഷൻ ഇതാണ്. റൈറ്റ്. അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതാണ്. ബോത്ത് 1 and 2 ആർ റോങ് എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് ചൂസ് ചെയ്യേണ്ട അൾട്ടിമേറ്റ് റൈറ്റ് ആൻസർ. ചോദ്യം മനസ്സിലായല്ലോ അല്ലേ? ആ ചോദ്യത്തിന്റെ ഓപ്ഷൻസ് കൊടുത്തേക്കുന്ന രീതിയും മനസ്സിലായല്ലോ അല്ലേ? നമ്പർ 14, social research that primarily unfolds individuals' inner world experiences. കേസ് സ്റ്റഡി ആണോ? ഇവിടെ സോഷ്യൽ റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. കേസ് സ്റ്റഡി ഒരു സോഷ്യൽ റിസർച്ച് ആണോ? എത്നോഗ്രാഫി, ഫിനോമിനോളജി ആൻഡ് ഗ്രൗണ്ടഡ് തിയറി. ഓക്കെ, അപ്പൊ ഗ്രൗണ്ടഡ് തിയറി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് യൂസ് ടു ജനറേറ്റ് തിയറി ഫ്രം ഡേറ്റ. ഡേറ്റയിൽ നിന്ന് ഒരു തിയറി ജനറേറ്റ് ചെയ്യുന്നതിന് അങ്ങനെ ഏത് തിയറി ആയിരുന്നാലും ഗ്രൗണ്ടഡ് തിയറി. അപ്പം കേസ് സ്റ്റഡി ആൻഡ് എത്നോഗ്രാഫി എന്ന് പറയുമ്പോഴത്തേക്ക് ദീസ് ഇൻവോൾവ് ഇൻഡെപ്ത് ഡേറ്റ, പക്ഷെ കുറെ കൂടെ ബ്രോഡർ ആയിട്ട് വരുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പൊ ഫിനോമിനോളജി ആണ് ഇൻ സോഷ്യൽ റിസർച്ച്. ഫിനോമിനോളജിയിലൂടെ വി ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇൻഡിവിജ്വൽസ് ലിവ്ഡ് എക്സ്പീരിയൻസസ്. അവർ ജീവിച്ച അവരുടെ സ്വന്തം എക്സ്പീരിയൻസസ്, അവരുടെ സ്വന്തമായ കാഴ്ചപ്പാടിലൂടെ അവർ മനസ്സിലാക്കിയതിനെ നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇവിടെ കോൺഷ്യസ്നെസ് എക്സാമിൻ ചെയ്യുന്നുണ്ട്, ഇമോഷൻസ് എക്സാമിൻ ചെയ്യുന്നുണ്ട്, ആൻഡ് മീനിങ്സ് ആസ് പീപ്പിൾ എക്സ്പീരിയൻസ് ദം. ആൾക്കാർ എങ്ങനെയാണോ അവർ അത് എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ചുള്ള കോൺഷ്യസ്നെസ്,
ഇമോഷൻസ് ആൻഡ് അവർ അതിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്ന അർത്ഥങ്ങൾ എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ 15th question is, which of the following characterize qualitative research? അപ്പൊ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഉണ്ട്. അപ്പൊ ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഏതാണെന്നാണ് ചോദ്യം. എ, കോസൽ കണക്ഷൻ, ബി, ഇന്റർപ്രിറ്റേറ്റീവ് അണ്ടർസ്റ്റാൻഡിങ്, സി, മെഷർമെന്റ്, ഡി, ഇന്റർവ്യൂ സ്കെഡ്യൂൾ. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇന്റർപ്രിറ്റേറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അപ്പോ ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ച് പ്രധാനമായിട്ടും അത് ഫോക്കസ് ചെയ്യുന്നത് ഇസ് ഓൺ ദി ഇന്റർപ്രിറ്റേറ്റീവ് അണ്ടർസ്റ്റാൻഡിങ്. ഈ ഇന്റർപ്രിറ്റേറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ഈ ഒരു ടേം എന്ന് പറയുന്നത് വാസ് യൂസ്ഡ് ബൈ മാക്സ് വെബർ. അപ്പൊ ഇവിടെ റിസർച്ചേഴ്സ് എന്താണ് ചെയ്യുന്നത്? ദേ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഇൻഡിവിജ്വൽസ് അറ്റാച്ച് ടു സോഷ്യൽ ഫിനോമിന. ഓരോ സോഷ്യൽ പ്രക്രിയകളില് ഒരു വ്യക്തികൾ കാണുന്ന അർത്ഥം എന്തുള്ളതാണ് എന്ന് പറയുന്നത്. ഇപ്പം എയും സിയും കോസൽ കണക്ഷനും മെഷർമെന്റും എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക് അല്ല, അത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക് ആണ്. ഈ ഇന്റർവ്യൂ സ്കെഡ്യൂൾ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിസ്റ്റിക് അല്ല, പകരം അത് ഡേറ്റ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ ഇന്റർവ്യൂ സ്കെഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പൊ നമ്മൾ 2022 ചോദ്യ പേപ്പറിൽ നിന്ന് 15 ചോദ്യങ്ങൾ നമ്മൾ ഈ ഒരു അരമണിക്കൂർ കൊണ്ട് ഡിസ്കസ് ചെയ്ത്, ഇനി നമുക്ക് മൊത്തം 100 ചോദ്യങ്ങളുണ്ട്. അപ്പൊ ഇനി 85 ചോദ്യങ്ങളും കൂടി ഉണ്ട് നമുക്ക് അതിനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട്. ഞാൻ ഒരു 15 അല്ലെങ്കിൽ 20 വീതമുള്ള സെറ്റ് ഇതേ കണക്ക് ഡിസ്കസ് ചെയ്ത് അതിന്റെ വീഡിയോസ് പബ്ലിഷ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം CDP-യോട് 2025 പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷൻ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. 2025 നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല, പക്ഷേ ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് അതിന്റെ ആ ഒരു പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഗോൾഡ് ബാച്ചിൽ നിങ്ങൾക്ക് അതിന്റെ കംപ്ലീറ്റ് നോട്ട്സ് 2022 സിലബസ് ഓൾറെഡി അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് ആണ്. ആ സിലബസ് അനുസരിച്ചുള്ള നോട്ട്സ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, വീഡിയോ ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് ലഭ്യമാകും. ഏകദേശം ഒരു 100 ദിവസം കൊണ്ട് നമുക്ക് ടോപ്പിക്സ് കംപ്ലീറ്റ് സിലബസിലെ എല്ലാ ടോപ്പിക്സും നമുക്ക് കവർ ചെയ്യാം. അതിനുശേഷം എപ്പോഴാണോ എക്സാം വരുന്നത് ആ ഒരു എക്സാം ടൈം വരെ അത് റിവൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് നമ്മുടെ ഓർമ്മയിൽ നിർത്തി നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ ഇതൊരു ലോങ് ടേം പ്രാക്ടീസ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷൻ ആണ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് യു ക്യാൻ കോൾ മീ, അല്ലെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കാം. അതേപോലെ നമുക്ക് ഒരു വാട്സാപ്പ് സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്. ആ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിനുള്ള ഒരു ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. ആ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരുന്നാലും യു ക്യാൻ സ്റ്റിൽ ആസ്ക് മീ ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ എക്സാം ആൻഡ് അബൌട്ട് ദ ഗോൾഡ് ബാച്ച്. So thank you very much for watching this video. I hope you have learned a lot. Wish you all the very best and have a great day. Thank you.